ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ജേണിയുടെ 11ാമത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 11ാമത്തെ വീഡിയോയിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലയോട്ടിയിലെ പോഴ്സ് അല്ലെങ്കിൽ ശുശിരങ്ങൾ, നമ്മുടെ തലയോട്ടിയിലെ ശുശിരങ്ങളിലൂടെയാണല്ലേ നമ്മുടെ മുടി വരുന്നത്. അപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ശുശിരങ്ങളാണെന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് മുടി വരില്ല അല്ലെ, അങ്ങനെയാണ് നമ്മുടെ മുടി തിന്നായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള പോഴ്സ് ഒക്കെ ഓപ്പൺ ആവുകയും അതിലൂടെ നമ്മുടെ പുതിയ മുടി ഇഴ കിളിർക്കുകയും ആ കിളിർത്ത മുടി ഇഴയ്ക്ക് നല്ല സ്ട്രോങ് നൽകുകയും മുടി നന്നായിട്ട് തഴച്ച് വളരാനായിട്ട് നമ്മളെ വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണിത്. മാത്രമല്ല നമ്മുടെ ഇള്ളമുടി, നമ്മുടെ ഈ ഇള്ളമുടിക്ക് നല്ല കരുത്ത് നൽകുകയും അതേപോലെ തന്നെ മുടി നല്ല ഉന്മേഷത്തോടു കൂടി തഴച്ച് വളരാനും നമ്മുടെ ഇള്ളമുടിക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ക്ലീൻ ആയിട്ടുള്ള ഒരു തലയോട്ടി ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമ്മളെ വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർ ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകേണ്ട, വീഡിയോ കാണാം അല്ലേ. വരൂ. അപ്പോൾ നമുക്ക് ഈ ഹെയർ മാസ്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ അലോവേര എടുത്തിട്ടുണ്ട് 2 എണ്ണം കേട്ടോ, 2 കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ്. പിന്നെ എടുത്തിരിക്കുന്നത് സവോളയാണ് കേട്ടോ. സവോള നിങ്ങളുടെ കയ്യിൽ വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പാതി എടുത്താൽ മതിയോ. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഉള്ളത് കാരണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുള്ളിയാണ് ഉള്ളതെങ്കിൽ ഒരു 3 or 4 എടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഏതുള്ളിയാണോ ഉള്ളത് അതെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ കറിവേപ്പിലയും കറ്റാർവാഴയും അതേപോലെ തന്നെ ഉള്ളിയൊക്കെ നമുക്ക് അരച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ഇതൊക്കെ പീൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കാം. നമ്മളെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് നല്ല കുഴമ്പ് രൂപത്തിൽ നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഹെയർ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സിയിലൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല പേസ്റ്റ് രൂപത്തിലാണ് നമുക്ക് നമ്മുടെ ഈ ഹെയർ മാസ്ക് കിട്ടുന്നത്. കണ്ടോ, നല്ല അപ്ലൈ ചെയ്യാനൊക്കെ നല്ല സുഖം ഉണ്ടാവും. നല്ല പേസ്റ്റ് രൂപത്തിൽ ആക്കിയിട്ട് നമ്മുടെ ഹെയർ മാസ്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അടിച്ചെടുക്കണം കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അടിച്ചെടുക്കാം. ആദ്യം നമുക്ക് എണ്ണ തൊട്ട് പരട്ടി കൊടുക്കാം കേട്ടോ. മുടിയിലും തലയോട്ടിയിലൊക്കെ ആദ്യം എണ്ണ തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങാം കേട്ടോ. ഞാൻ കുറച്ച് എണ്ണ അധികം വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹെയർ മാസ്ക് നന്നായിട്ട് തലയോട്ടിയിലും അതേപോലെ തന്നെ മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. തലയോട്ടിയിലൊക്കെ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള പോഴ്സ്, ശുശിരങ്ങളൊക്കെ ഓപ്പൺ ആവുകയും പുതിയ ചെറുമുടികൾ നമ്മുടെ തലയോട്ടിയിൽ വരികയും ആ വരുന്ന മുടികൾക്ക് നല്ല കരുത്ത് നൽകുകയും ഉള്ള മുടിക്ക് നല്ല സ്ട്രോങ് നൽകി നല്ല കരുത്തോടു കൂടി മുടി നന്നായിട്ട് തഴച്ച് വളരാനായിട്ടൊക്കെ നമ്മളെ വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും എഫക്റ്റീവാണ് ഇതിൻ്റെ റിസൾട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മുടെ തലയോട്ടിയിലും മുടിയുടെ തുമ്പത്തും ഒക്കെ തന്നെ നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിയിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും നമ്മുടെ ഈ ഹെയർ മാസ്ക് ഇല്ലാതാക്കി നമ്മുടെ മുടി നല്ല ലെങ്ത്തായിട്ടും അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടും അതേപോലെ തന്നെ കരുത്തായിട്ടൊക്കെ വളരാനായിട്ട് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
നിക്ക് നിക്ക്. അപ്പോൾ നമ്മുടെ ഈ ഹെയർ മാസ്ക് ഒക്കെ നമ്മുടെ മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ, തലയോട്ടിയിലൊക്കെ. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പം നിങ്ങൾ ഒരുപാട് എണ്ണ തേച്ചിട്ടില്ല, കുറച്ച് മാത്രമേ എണ്ണ തേച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഷാമ്പു ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, പ്ലെയിൻ വാട്ടറിൽ തന്നെ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അതല്ല നിങ്ങൾ ഇപ്പം ഞാൻ ചെയ്ത പോലെ നിറയെ എണ്ണ തേക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മൈൽഡ് ഷാമ്പു വെച്ച് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ മാത്രം വെച്ചാൽ മതിയാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്നു, നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.